ഹലോ, എല്ലാവർക്കും ഡിവൈൻ പെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനും കുറച്ച് കാലം 1.5 മാസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, തിരക്കുകളായി പോയി. ഓക്കെ, പക്ഷെ ഇന്നിപ്പോൾ വീഡിയോ ഇടാനൊരു ടോപ്പിക്ക് വന്നു കയറി, അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്കിൽ വെച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫാം ടൂർ തന്നെ ചെയ്യാം. പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒത്തിരി അപ്ഡേറ്റ് ചെയ്തു. കുറേ ആൾക്കാർ നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ചാൻസ് ഒത്തു വന്നു. നമ്മുടെ ഫാം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളോട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു മീൻ പ്രേമി ഋഷിയേശ് കൂടെ വന്നിട്ടുണ്ട്. അവൻ ഫാം ടൂർ ചെയ്യാൻ വന്നതല്ല, യാദൃശ്യം വന്നപ്പോൾ അവനെ എന്നാൽ പിന്നെ നമുക്ക് ഫാം ടൂർ ചെയ്തേക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫാം ടൂർ ചെയ്യുകയാണ്. ഒരു വ്ളോഗർ എങ്ങനെ ഫാം ടൂർ വീഡിയോ എടുക്കുന്നു എന്നതിനെ കുറിച്ച് വേറൊരു വ്ളോഗാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടൂറിലോട്ട് പോവാം. നമ്മുടെ വീഡിയോ ചെയ്യാൻ വന്ന ആളാണ്, ഇതാണ് നമ്മുടെ ഋഷിയേശ്. എല്ലാവരും ഹൈ കൊടുത്തടാ, എൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഹൈ കൊടുത്ത്. കുറേ കാലമുണ്ട് ഋഷിയേശിൻ്റെ ഫാൻസ് ഋഷിയേശിനെ കണ്ടിട്ട് കുറേ നാളായിരിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കമ്പൈൻഡ് വീഡിയോ ടൂർ ചെയ്യാൻ പോവാണ്, കമ്പൈൻഡ് ഫാം ടൂർ ചെയ്യാൻ പോവാണ്. ഓക്കെ, തലയുടെ പുറകിൽ ഒരു കുന്തം വാലൊക്കെ വെച്ചേക്കുന്ന പുതിയ സ്റ്റൈലാണ്, ഗൾഫിലെ സ്റ്റൈലാണെന്നാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് വീഡിയോസിനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ ടാങ്കുകളല്ല. അപ്പോൾ നമുക്ക് ഓരോന്നും ആദ്യം മുതലേ ഒന്ന് കാണാം. അതെ, ഫസ്റ്റ് അങ്ങേറ്റൊന്നും തുടങ്ങാം. ഇതിൽ മീൻ കുഞ്ഞുങ്ങളുണ്ട്. അതിപ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ടുള്ളൂ ഇട്ടിട്ട്. കുറച്ച് ബിഗ് ടെയിൽ ഗാലക്സിയുടെ കുഞ്ഞുങ്ങളാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, സൂക്ഷിച്ച് നോക്കിയില്ല കാണാൻ പറ്റില്ല, അതുകൊണ്ട് പ്രത്യേകതരം മീനുകളാണ്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഋഷിയുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഋഷിയുടെ ഫോണിനകത്തും ഞാൻ നിങ്ങൾക്ക് മീനെ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് എളുപ്പമായി കേട്ടോ, എൻ്റെ ഒരു ബുദ്ധി. ഇതൊരു 2 ആഴ്ച പ്രായമായിട്ടുള്ള ബിഗ് ടെയിൽ ഗാലക്സിയുടെയും പിന്നെ ഏതോ ബ്ലൂ ഡംബോർഡ് ഒരു കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഞാൻ ഇങ്ങോട്ട് ഇട്ടായിരുന്നു. മൊയ്നേനെ കാണാം. ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ മൊയ്നേനെ കാണുന്നത്. മൊയ്നെ കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എൻ്റെ കൃതാർത്ഥത ഞാൻ രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ. അതെ, മൊയ്നെ ഡിവൈൻ ഫാമിന്റെ പ്രത്യേകത കണ്ടില്ലേ, കുഞ്ഞുങ്ങളുടെ കൂടെ ഫുള്ള് മൊയ്നാസ് ആയിരിക്കും, ഫുൾ ടൈം ഫീഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്രോത്ത് ആയിരിക്കും ഇവർക്ക്. ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും തിന്നാം. ബൊഫേ സിസ്റ്റമാണ്, ബൊഫേ സിസ്റ്റം. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ സപ്പോട്ട കോർണർ എന്നാണ് ഇവിടെ പേരിട്ടേക്കുന്നത്. ഞാൻ എൻ്റെ ഇവിടെ നമ്മളെ ഹെൽപ്പിന് ഒരു കൂട്ടുകാരനുണ്ട്, ഇവിടെ ഒരു സപ്പോട്ട മരമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ സപ്പോട്ട കോർണർ. ഇവിടെ ഒരു 9 കുളമുണ്ട്. 9 അല്ലേ, 1 3 4 5 6 7 9 കുളമുണ്ട്. ഇവിടെ നിന്ന് നമ്പറിങ് ഇട്ടേക്കണം. അപ്പോൾ 1ാമത്തെ കുളം നമ്മൾ കണ്ടു. ഇത് 2ാമത്തെ കുളത്തിൽ കുറച്ചും കൂടെ സൈസായ കുറച്ച് കുഞ്ഞുങ്ങളാണ്. അപ്പം ഞാൻ ഇതിനകത്ത് 1-2 വലിയ മീനുകളെ കാണും. നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണാനുണ്ടാവും ഒരു ബാച്ച് കുഞ്ഞുങ്ങളിനകത്ത് വേറെ 1-2 എണ്ണം മീനുകൾ ചിലപ്പോൾ സൈസ് കൂടിയതൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ അടുത്തുള്ള കുളത്തിൽ മീനുകളെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നല്ല ക്വാളിറ്റി പോലെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടാകും, ഇച്ചിരി സൈസ് കുറവുള്ളൂ. അപ്പോൾ അമ്മമാർ ഞാൻ അടുത്ത ഏതെങ്കിലും കുളങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് ഇടും, 2-3 എണ്ണമൊക്കെ. അപ്പോൾ അമ്മമാർ പെട്ടെന്ന് ചെറിയ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ അങ്ങ് സൈസായി വന്നോളും. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചില കുളങ്ങളിൽ 2-3 എണ്ണം വരുന്നത്. 3ാമത്തെ കുളത്തിലും ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഇത് വെറൈറ്റിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഗാലക്സിയാണ്, അത്ര അറിഞ്ഞാൽ മതി. സക്സസ് ആയില്ലെങ്കിൽ പിന്നെ ചമ്മണ്ടല്ലോ. പഠിപ്പിച്ച ആളാണ് ആഹാ, താങ്ക് യു. എൻ്റെ ശിഷ്യനായിട്ട് വന്ന് കയറിയതാ, പക്ഷെ പിന്നെ മുങ്ങി, ആളെ കണ്ടില്ല, ഗൾഫിൽ പോയി എന്നൊക്കെ പറയുന്നത് ആർക്കറിയാം. പാവ അറബികൾ ഇത്രയൊക്കെ പറഞ്ഞു. സപ്പോട്ട കോർണർ 4ാമത്തെ കുളം. ഇതിനകത്ത് കോപ്പർ അവതാറായിരുന്നു ആണ്, പക്ഷേ ക്ലൈമറ്റും കുറേ കാര്യങ്ങളും കൊണ്ട് എല്ലാം എനിക്ക് അത്ര ഭയങ്കരമായ റിസൾട്ട് കിട്ടിയില്ല. കുറച്ച് പേരെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ചെയ്തവരെ ഞാൻ റെഡി ആയി കഴിയുമ്പോൾ സെയിലിനിടും. വേറൊരു സീക്രട്ട് ഒന്നുമല്ല, ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഈ കറുത്ത് ഉറുമ്പുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ, ഈ മഴക്കാലം ആകുമ്പം, മഴക്കാലമല്ല ഈ ഡിസംബർ ജനുവരി സമയത്ത് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഈ മുട്ടയുണ്ടല്ലോ, നമ്മൾ ക്രൂരത കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗസ്നേഹികൾ വരരുത്. മീനുകളും ജീവികളാണല്ലോ, അവർക്കും ജീവിക്കണ്ടേന്ന് പറഞ്ഞാൽ മതി. ഇതിനകത്ത് ഇപ്പം മുട്ട കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ മുട്ടകളുള്ള നമുക്ക് ചില ഇലയുടെ അടിയിലൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. വേറെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് മീൻ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫീഡാണ്, നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഉറുമ്പിനെ കഴിക്കില്ല, വെളുത്ത മുട്ട കഴിച്ചോളൂ. ഇതൊരു അയൺമാൻ്റെ ബാച്ചാണ്. കുഞ്ഞുങ്ങളൊരു 2-3 ആഴ്ച ആയതാണ്, അവിടെ കിടപ്പുണ്ട്. ഇമാർക്ക് ഫീഡ് കൊടുക്കുന്നുണ്ട്, ഡാഫ്നിയ ഫീഡിങ് ഉണ്ട്. അപ്പം മൊയ്ന സ്റ്റേജ് കഴിഞ്ഞു, ഡാഫ്നിയ തിന്നു തുടങ്ങി. അപ്പം ഡാഫ്നിയ കൊടുക്കും. ഒരു നേരം കൊടുത്താൽ മതി. ഡാഫ്നിയൊക്കെ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ഡാഫിനെ നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം വരെ അതിനകത്ത് കിടന്നോളും.
ഫ്രോസൺ ആർട്ടീമിയാണ് കാണുന്നത്. ഫ്രോസൺ ആർട്ടീമിയ നമ്മൾ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്, ട്രെയിനിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പം തൊട്ട് നമുക്ക് ഒരു സ്പൂണൊക്കെ ജസ്റ്റ് ഇട്ടേച്ച് പോകും. അപ്പോൾ ഇമാർ ജസ്റ്റ് ഒന്ന് തിന്ന് പഠിക്കും. ഈ ഒരു സൈസ് വേണമെങ്കിൽ ഇമാർക്ക് ഇപ്പോഴും ഫ്രോസൺ തിന്നാം. നമ്മൾ ഡാഫിനി ഉള്ളപ്പോൾ ഇമാർ ഫ്രോസൺ പ്രിഫർ ചെയ്യില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കുറേശ്ശെ ഇപ്പോഴേ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം വരെ കഴിയുമ്പോഴത്തേനും ഇപ്പോൾ നമുക്ക് ഡാഫിനി കൊടുത്തില്ലെങ്കിൽ അമ്മ ഫ്രോസൺ എടുത്ത് തുടങ്ങും. ഈ 6ാമത്തെ കുളത്തിൽ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ് നമ്മുടെ ഗ്ലോ ഗാലക്സിയാണ്. നീ കണ്ടിട്ടുണ്ടായിരുന്നു ഋഷി ഗ്ലോ ഗാലക്സിനെ? ഇവൻ ഗൾഫിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല, നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. എന്താണ് ഗ്ലോ ഗാലക്സിയെ കുറിച്ച് പറയാനുള്ളത്? പുതിയ ജനറ്റിക് എഞ്ചിനീയറിങ് ആൾക്കാരുടെ ഇതങ്ങനെ അതാണ് മൊത്തത്തിൽ ആൾക്കാർക്കുള്ളത്. ഇത് ചോദിച്ചാൽ നന്നായി. ആൾക്കാരുടെ വിചാരം ഓരോ മീനിനെ പിടിച്ച് നമ്മൾ കുത്തി വെക്കുകയാണ്. അങ്ങനെ ഒരിക്കലും അല്ല. ഇത് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ, നമ്മൾ വേറൊരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കിയ കമ്പനികളുടെ കാര്യമൊക്കെ. അപ്പോൾ ഇതിൻ്റെ എംബ്രയോ സ്റ്റേജിൽ അതിൻ്റെ ജീൻ മോഡിഫിക്കേഷൻ നടത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ ബെറ്റയുടെ കാര്യത്തിൽ യൂസ്ഫുൾ ആയിപ്പോയി. കാരണം സെല്ലോഫെയിന് പകരമാണ് ഗ്ലോ കളർ വന്നേക്കുന്നത്. സെല്ലോഫെയിൻ ആയിപ്പോണ്ട് ബെറ്റായിരുന്നു, അത് ഗ്ലോ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പം ശരിക്കും മീനിൻ്റെ കാര്യത്തിൽ ഇത് ലാഭമാണ്. മീനിന് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ നാച്ചുറലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് മാറി അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പം എല്ലാം മോഡിഫൈഡ് അല്ലേ. പിന്നെ ഇവിടെ ഞാൻ ഒരു 2 മാസം മുന്നേ ഇത് ചെയ്തിരുന്നു, നമ്മുടെ ഒരു ബെറ്റ ഫാമിംഗ് സീരീസ്. അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ ആണെങ്കിൽ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വേറെ അടുത്തുള്ള കുളത്തിലെ മീനുകളൊക്കെ ഇങ്ങോട്ട് വന്നു. ആ കുളത്തിലേക്കൊക്കെ മീൻ കുഞ്ഞുങ്ങൾ ഇട്ടപ്പോൾ അതിനകത്ത് ചെറിയ മീനുകളൊക്കെ ഇങ്ങോട്ട് ഇട്ടു. നമ്മൾ ബ്ലൂ റിമിൻ്റെ ബാച്ചിനെ എൻ്റെ അപ്ഡേറ്റ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര ദിവസമായി എന്നുള്ളത് ഞാൻ മറന്നുപോയി. നമുക്ക് വേണേൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് എഴുതി കാണിക്കാം. ബ്ലൂ റിമിൻ്റെ ബാച്ചിൻ്റെ ആ നമ്മളിട്ട ബ്ലൂ റിമിൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയായി. അത്യാവശ്യം റിമ്മ് തന്നെയായി. ഞാൻ പറഞ്ഞു ടർക്കോസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ടർക്കോസ് ടൈപ്പ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ വേറെ വന്നേക്കുന്നതിൻ്റെ ആദ്യത്തെ കുളത്തിൽ പുതിയ കുഞ്ഞുങ്ങൾ ഇറക്കിയില്ലേ, അപ്പോൾ അവിടെ കിടന്ന ഹെൽബോയുടെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അമ്മമാരെയും കൂടെ ഇങ്ങോട്ട് ഇട്ടു. പിന്നെ ഇവിടെ കിടന്ന കുളത്തിലെയും കുറച്ച് നല്ല കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഇട്ടു. കാരണം ഇവിടെ എണ്ണം കുറവായതുകൊണ്ടും ഏകദേശം സെയിം സൈസ് ആയതുകൊണ്ട് ഒരുമിച്ച് വളർന്നോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ 2-3 ബാച്ച് കുഞ്ഞുങ്ങളും കൂടെ എൻ്റെ കൂടെ വന്നു. ബ്ലൂ റിമിൻ്റെ കൗണ്ട് ഒരുപാട് നമുക്കില്ലായിരുന്നു, ഒരു 100 കുഞ്ഞുങ്ങളുടെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബ്ലൂ റിമിൻ്റെ മ്യൂട്ടേഷൻ ഇത്രയായി. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബ്ലൂ റിമ്മ് ഇതൊക്കെ അത്യാവശ്യം ക്ലീൻ റിമ്മായിട്ട് വരും കുറച്ചും കൂടെ ഏജ് കഴിയുമ്പോൾ. മ്യൂട്ടേഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ കളറായി വരുന്നുള്ളൂ. നീ എടുക്കുന്നുണ്ടോടാ? ഇത് അപ്പുറത്ത് കിടന്ന ഹെൽബോയുടെ അല്ല, ഹെൽബോയിലെ സ്റ്റാർട്ടയിലായിട്ട് വരും. നല്ല ടീംസിന് മാത്രമേ ഇങ്ങോട്ട് വിട്ടുള്ളൂ. മ്യൂട്ടേഷൻ ആവാത്ത ബ്ലൂ റിമ മക്കളും ഉണ്ട്. അപ്പോൾ ബ്ലൂ റിമിൻ്റെ പെറ്റ ഫാമിംഗ് സീരീസ് വീഡിയോയുടെ അപ്ഡേറ്റുകൾ തുടർച്ചയിടാൻ പറ്റാത്തതിൽ ആ ഖേദം ഞാൻ രേഖപ്പെടുത്തുന്നു. ഐ ആം ദ സോറി ഗൈസ്, ഐ ആം ദ സോറി. ഇത് അടുത്ത കോർണർ, നമ്മുടെ സപ്പോർട്ട കോർണർ അവിടെ അവസാനിച്ചു. സപ്പോർട്ട കോർണർ ഇവിടെയല്ല അവസാനിച്ചു, ഇത് മാറ്റി വെക്കാം. ഇത് അടുത്ത കോർണർ, നമ്മുടെ കിച്ചൺ കോർണർ എന്ന് പേരിട്ടേക്കാണ്. ഇവിടെ ഒരു 6 കുളമുണ്ട്. കിച്ചൺ അപ്പറേ ഞങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇത് വൈറ്റ് HMBKയുടെ കുഞ്ഞുങ്ങളാണ്. വൈറ്റ് ഡംബോ അല്ല, നോർമൽ വൈറ്റ് പ്ലക്കാട്ട്. ഇതിനകത്ത് ഇന്നലെ ഇറക്കിയ കുഞ്ഞുങ്ങളാണ്. ഇന്നലെ അല്ലേ മിനിങ്ങാന്ന്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 3 ദിവസമായ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ഇന്നലെ മഴ പെയ്തു, ഇവിടെ മാരക മഴയായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഒരു പരിധി വരെ താഴെ പോയി, വെള്ളത്തിൻ്റെ താഴെ ആവാനാണ് സാധ്യത. ഇവിടെ നോക്കിയാൽ കാണാം ഒരു കുഞ്ഞിനെ. വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മീനുകളെ കണ്ടിട്ട് കിളി പോയിരിക്കുക. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകൾ. ഇതൊക്കെ മ്യൂട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഗാലക്സിയുടെ ഒരു ബാച്ച്, പക്ഷേ എണ്ണം കുറവാണ്. പക്ഷെ നല്ല ഐറ്റത്തിന് കിട്ടും. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനിപ്പോൾ മ്യൂട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവനൊക്കെ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കുന്നത്. ഈ കാണുന്ന ആളൊക്കെ ഒന്ന് മാറും. കിച്ചൺ കോർണറിൻ്റെ അടുത്ത കളത്തിലേക്ക് വീണ്ടും ഗ്ലോ ഗൈസ്. ഇതും ഗ്ലോ ഗാലക്സിയാണ്. നമ്മൾ അടുത്ത ഫസ്റ്റ് ലൈനേജ് അല്ല, നമ്മൾ ആ ലൈനേജിനെ നമ്മൾ പുതിയ ലൈനേജ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റാണ്.
ഇച്ചിരി സെലോഫാൻസിന് എണ്ണം കൂടും, കാരണം നമ്മുടെ അടുത്തുള്ള ലൈനായിട്ട് മിക്സ് ചെയ്താണ്. ഓക്കെ. പക്ഷേ ഗ്ലോയുടെ കളറിന് അത്യാവശ്യം പെർസെൻറ്റേജ് ഒക്കെ കിട്ടി, വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മധുരം പറഞ്ഞ പോലെ ലൈറ്റ് ഇല്ലെങ്കിൽ ഇവരെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ രാത്രി ഇന്നലെ ഇവിടെ റോട്ടിൽ കൂടെ, ഇതിനപ്പുറത്ത് റോഡാ, ഈ റോട്ടിൽ കൂടെ ആൾക്കാർ വന്നിട്ട് ഇവിടെ എത്തി നോക്കിയിട്ട് പോകുള്ളൂ. ഇവിടെ ഇങ്ങനെ വെട്ടല്ലേ ഗ്ലോ, ഫോണൊക്കെ വിളിച്ച് പറയും മറ്റേ ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഡംബാണ് ഗൈസ്, ആരും ചോദിക്കരുത്. നമ്മൾ ഇവിടെ ലാവണ്ടർ ഡംബോ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി കൂട്ടുകാർ ചോദിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ലാവണ്ടർ ഡംബോയുടെ അവസ്ഥ. മൊത്തത്തിൽ ഫീമെയിൽസായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് അതിന് മുന്നേ എല്ലാം മെയിൽസ് ആകുമായിരുന്നു, ഇപ്പോൾ ഫീമെയിൽ ആവുകയാണ്. ഞാനതൊന്ന് ശരിയാക്കുന്നുണ്ട്. ഒരു ജനറേഷനോട് വെയിറ്റ് ചെയ്താൽ എല്ലാവർക്കും നല്ല സലമാണ്ടർ ഡംബോ എത്തിച്ചേരാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാനും മാത്യു ചേട്ടനും ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ ആവണത് ഈ സലമാൻഡർ ഡംബോ എന്ന് പറയുന്ന ശരി കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഒരു മീനെ മാത്യു ചേട്ടനിൽ വാങ്ങുന്നത് സലമാൻഡർ ഡംബോ ആണ്. അത് കഴിഞ്ഞിട്ടാണ് കഴിച്ച് ഞാനൊരു മെയിൻ ട്രെയിനി ആയത്. നന്നായി. ഇത് ഏതാന്ന് എന്നോട് ചോദിക്കരുത്, കണ്ണ് കാണാന്നല്ലേ. ബ്ലാക്കാണ്. ബ്ലാക്കാണ്, അതാണ് ബ്ലാക്ക്. മീനിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, കുറേ കർമ്മന്മാരുണ്ട്. നമ്മുടെ സോളിഡ് ബ്ലാക്ക് പ്ലക്കാർട്ടിൻ്റെ ബാച്ചാണ്. നമ്മൾ സെയിൽ തുടങ്ങിയായിരുന്നു. ജോഡി 500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഇപ്പോൾ കിച്ചൺ കോർണർ അവസാനിച്ചു. നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് വരുന്നത് നമ്മുടെ ഡാഫ്നിയ ടാങ്കുകളാണ്. ആകെ 3 ടാങ്കുള്ളൂ ഡാഫ്നിയ വളർത്തിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഞാൻ നമ്മുടെ ഫയർ ഐസ് പാരഡൈസ് ഫിഷാണ്. പാരഡൈസിൻ്റെ കണ്ണ് വയ്ക്കരുത് ഗൈസ്, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇടാൻ പറ്റുമോ? പുതിയ വെറൈറ്റിയാണ്. കിട്ടത്തില്ല പക്ഷേമാരെ കൈയുടെ അടുത്തൊക്കെ വരും ഗൈസ്. ഇത് ഫാസ്റ്റാണ് ഗൈസ്. അതാണ് സൈഡിൽ ഫയർ, മേളിൽ നിന്ന് നോക്കുമ്പോൾ വെള്ള കളറില്ല, അതാണ് ഫയർ ഐസ് എന്ന് പേര് വന്നേക്കണേ പാരഡൈസിൻ്റെ. ഇത് എങ്ങനെയാണ് ബ്രീഡിങ്? ബെറ്റ പോലെ തന്നെ പാരഡൈസ് ഗുറാമി വെറൈറ്റിയാണ്, ഗുറാമിയുടെ ബ്രീഡിങ് പോലെയാണ്. ഇതെല്ലാം ബേസിക്കലി ബബിൾ നെസ്റ്റേഴ്സ്. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ. ഹൈദരാബാദ് ഉണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ടുണ്ട് വേണുവാണ് ആദ്യം ഇതിനെ ഇറക്കിയത്. വേണുവിൻ്റെ നിന്നാണ് നമ്മളെടുത്തത്. കൊള്ളാൻ കഴിക്കും. ഞാൻ പൂമ്പ് കൊണ്ടുകൊണ്ട് 2 എണ്ണം. അത് കൊണ്ടാവും. ഇതാണ് ഇവിടെ വ്ലോഗ് ചെയ്യുമ്പോൾ ആകെ നഷ്ടം. ഇതിനകത്ത് ഡാഫിനി ഉണ്ട്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഡാഫിനി ഒന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല, എല്ലാം അടിയിലായിരിക്കും. ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ വീണ്ടും കണ്ടുപിട്ടി. ഞാനും കാണിച്ചു തരാം ഡാഫിനി. മൊയിനെ കണ്ടുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഡാഫ്നിയ എന്ന് പറയുമ്പോൾ മൊയിനെക്കാട്ടും വലിയതാണ്, അതായത് ഇത് വലിയ സൈസുള്ള മൊയിന. അതെ, ഋഷിയെ നമുക്ക് മൊയിനാന്ന് വിളിക്കാമെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഡാഫ്നി എന്ന് വിളിക്കാം. സൈസ് വെച്ചിട്ട് കാണുന്ന പോലെയല്ല, നല്ല സൈസ്. കണ്ടോളൂ. നമ്മളൊരു ബോട്ടിലിംഗ് ഏരിയ ആണ്. കുളം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാരല്ലേ. നമ്മുടെ ഇവിടെ കുറേ റാക്കുകളുണ്ട്. അതുപോലെ ദൂരത്തും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിഗ് ടൈൽ പ്ലക്കാർഡ്സിൻ്റെ പുതിയ ബാച്ചിനെ ബോട്ടിൽ ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ടൈൽ സ്പ്രെഡ് വരാനുണ്ട്. കുഞ്ഞുങ്ങളാണ്. ആയി കഴിയുമ്പോൾ നമ്മൾ റെഡിയായി കഴിയുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ലോസ് ചെയ്തിട്ടോ, ഇവിടെ എല്ലാം കൊക്കിൻ്റെ ശല്യമുണ്ട്. ഇവിടെയും ബോട്ടിലിംഗ് റാക്ക് തന്നെയാണ് ഈ ഏരിയയിൽ. മേളിലത്തെ ടാങ്കുകളൊക്കെ ഫീമെയിൽസിനെ ഇട്ട് വെക്കാറുണ്ട്. ഫീമെയിൽസിനെ നമുക്ക് ഒരുമിച്ചിടാലോ. ബാക്കിയൊക്കെ മെയിൽസാണ്. ഇവിടം വരെ ബോട്ടിലിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഇതാണ് മുരിങ്ങ കോർണർ. കാരണം ഇവിടെ മുരിങ്ങയുണ്ട്, തീർന്ന്. മുരിങ്ങ കോർണറിൽ ഇവിടെ നമുക്ക് 9 ടാങ്കുണ്ട്. 9 ടാങ്കിൽ മീനിനെ വളർത്തുന്നുണ്ട്. ഇവിടെ ഒരു പുതിയ ബോട്ടിലിംഗ് റാക്ക് ഇവിടെ പണിതു. കുറച്ച് ഗ്ലാസ് ടാങ്കിൽ ഉണ്ടാക്കി കയറ്റുന്നതാണ്. ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ഒട്ടിച്ചാൽ മതി. ഗാലക്സി, കോയി ഗാലക്സി, നിമോ ഗാലക്സി, മൾട്ടി കളർ എന്നൊക്കെ പറയുന്ന ഐറ്റംസാണ്. ബ്ലൂ ഡംബോയും FCCPയും വളരുന്നുണ്ട്. ഒരുമിച്ച് വളർത്തിയ എണ്ണം കുറവായാണ് നമ്മൾ ഒരുമിച്ച് കേട്ടത്. FCCP ഏത് ലൈനാണ്? ഇത് വിയറ്റ്നാം ലൈനാണ്. നമ്മൾ കണ്ണ് വെക്കരുത്.
ഇതാണ് നമ്മുടെ SCCP ഒക്കെ നമുക്ക് വളരെ കുറച്ചാണ് പെർഫെക്റ്റ് പാറ്റേണിലോട്ട് നമുക്ക് കിട്ടുള്ളൂ. അതൊക്കെ സെലോഫാനായി പോകും, വേസ്റ്റായി പോകും. ഇവിടൊക്കെ ഇച്ചിരി ആവറേജ് ഫാസ്റ്റ് മ്യൂട്ടേഷൻ ആവുന്നവരൊന്നും പാറ്റേൺ വരില്ല. വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ച് സ്ലോ ആയിട്ട് വരുന്നവരാണ് വരുള്ളൂ. ഓക്കെ, ബ്ലൂ ഡംബോ മക്കൾ ഞങ്ങളെന്താ ചേട്ടൻ പിടിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നടപ്പുണ്ട്. അപ്പം തന്നെ പിടിച്ചു. പിടിച്ചാൽ കൊള്ളാം, അങ്ങോട്ട് തന്നെ വിട്ടോ. ഇവിടെയും കുറച്ച് ബ്ലൂ റിമിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പം അത് 3-4 ബാച്ച് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടെന്നുള്ളൂ. പ്രത്യേകിച്ചൊരു ബാച്ചില്ല. നമ്മുടെ ഗാലക്സി ഹാഫ് ഫോണുകൾ വളരുന്നു. ഈ കുളം യെസ്, അതും ടാങ്ക് ക്ലീൻ ആക്കാറിയതാണ്. ബാക്കി ഇത് നമ്മുടെ ഗാലക്സി ഹാഫ് ഫോണിൻ്റെ അടുത്ത ബാച്ചാണ്. ഈ ഗാലക്സി കണ്ടില്ലേ, ഈ കളർ നീല കളർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂട്ടേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങോട്ട് നോക്കും. ഇന്നലെ മഴ പെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു അസുഖത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ട്. ഞാൻ ഒരു പാക്കറ്റ് ഉപ്പ് കലക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 ബാച്ചിനെ ഞാൻ ഒരുമിച്ച് ഇങ്ങോട്ട് വിട്ടതാണ് ഫീഡ് ചെയ്ത്. എല്ലാം യൂണിഫോമായിട്ട് കയറി വരുന്നുണ്ട്. ഇത് FCCPയുടെ അടുത്ത ബാച്ചാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ല. പിന്നെ അവർ പ്രായപൂർത്തിയാവുമ്പോഴാണ് യെസ് കളർ കിട്ടുക. പ്രായപൂർത്തിന്നല്ല പറയാം, പ്രായപൂത്രി. ഗൈസ്, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ റാംബോയെ കുറച്ചുപേര് കണ്ടോ. റാംബോ മൊത്തം ചെളിയാണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ്. റാംബോ ഇവിടെ ഒരു 3 കുളമുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പേരിട്ടിട്ടില്ല. പേരച്ചൂട്ടിലുള്ള കുളങ്ങൾ എന്നാണ് ഞാൻ പറയാറ്. പേര കോർണർ. ഇത് മറ്റേ മാർബിൾ ഡോട്ടാണ്, ബ്ലൂ മാർബിൾ ഡോട്ടിൻ്റെ ബാച്ചാണ്. ചെറിയ ഡോട്ടൊക്കെ വന്നു തുടങ്ങി. സൂക്ഷിച്ച് നോക്കിയാൽ ചിലവന്മാർക്ക് ഇതേ നിൽക്കണം. ഒരുത്തൻ അത്യാവശ്യം ഡോട്ടായ ആൾ. നിൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ടോ? ഫോണിൽ കാണുന്നില്ല അതല്ലേ? അതിനകത്ത് ഇന്ന് കുഞ്ഞുങ്ങളെ ഇറക്കിയുള്ളൂ. അതിനകത്ത് പിടിക്കാറായതാണ്. ഏകദേശം എല്ലാം ബോട്ടിൽ ചെയ്ത് തീർത്ത് കുറച്ച് പഴയ ബ്ലൂ റിമ്മുകളൊക്കെയാണ്. മൊയ്ന ഡാഫ്നിയ പണ്ട് ഞാൻ ഡാഫ്നിയയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡാഫ്നി എല്ലാം ചത്തുപോയി എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇതിനകത്ത് ഡാഫ്നി ഉണ്ടെങ്കിലും ഞാൻ പറയൂല. ഗൈസ്, എൻ്റെ ഡാഫ്നിയ പോണ്ടിൽ വേറെ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെയൊക്കെ കുളത്തിൽ മുങ്ങി ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഋഷി, എന്തോ സാധനം ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്തോ ഒപ്പി എടുക്കുന്നുണ്ടോ എൻ്റെ ഫോണിൽ? ഇതിനകത്തൊരു ചെറിയ എന്തോ ഒരു മൊയ്ന വെറൈറ്റിയിൽ ഒരു ജീവിയുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഡാഫ്നിയ കുഞ്ഞുങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് കുറേ നാളുകളായിട്ട് നമ്മുടെ ഈ പോണ്ടിലുണ്ട്. ഇത് രസമാണ് ഇവിടെ കിടന്നുറങ്ങാൻ, സെറ്റാണ്. ഇത് നമ്മുടെ ബെഞ്ച് കോർണർ. ഇവിടെ ഒരു 4-5 കുളമുണ്ട്. ഇതിലുണ്ട് കുറച്ച് ഗാലക്സി ബെറ്റാസാണ്. അതൊരു എന്നാ പറയുന്നത്, ഫെയിലിയറായ ബാച്ചാണ്. ആ, അങ്ങനെ ബാച്ചുകൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ പകുതി ഫെയിലിയർ ആവും. ഇത് കുറച്ച് നല്ല ക്യാൻഡി ഗാലക്സി മൾട്ടി കളർ ആണ്. ബോട്ടിൽ സ്റ്റോറി ആയിട്ടുണ്ട്. യെല്ലോ ബേസൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ്. കുറച്ച് യെല്ലോ ബേസ് കാണും, യെല്ലോ ഗാലക്സി കാണും. ഇതൊരു കോപ്പർ ഗാലക്സിയുടെ ബാച്ചാണ്. ഒരു സലമാൻ്റെ ഡംബോയുടെ ഫീമെയിൽ ഉണ്ട്. എല്ലാം മൂടിയിടണം, അല്ലെങ്കിൽ ഇവിടെ കൊക്ക് വന്ന് കംപ്ലീറ്റ് കൊണ്ടുപോകും. അതാണൊരു സീൻ. അതിനകത്ത് ഹെൽബോയുടെ ഒരു ബാച്ച് കുറേയൊക്കെ ബോട്ടിൽ ചെയ്താണ്. ഇനി കുറേ കൂടെ ഫീമെയിൽസ് കിടക്കുന്നത്. ഇതിൽ ഗോൾഡ് ഡംബോയുടെ ഒരു ബാച്ച് വളരുന്നുണ്ട്. ഡംബോസ് ഇപ്പം ഇച്ചിരി കുറവാണ്. ബ്ലൂ ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്കിപ്പം
സെയിലിന് റെഡി ആയിട്ട് ഇല്ല. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ തീർന്നിരിക്കുകയാണ്. നമ്മളിനി മേളിലോട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ടെറസിൽ ഉള്ള കൃഷിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ മേളിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ബ്രീഡിങ് ഏരിയ ആണ്. ബ്രീഡിങ് ചെയ്തിട്ടുള്ള പേറുകളെ ഇവിടെ തന്നെ വെച്ച് ബ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ ആയിപ്പോയി. അതിനകത്തൊക്കെ മുട്ടയിടാൻ ആൾക്കാർ കിടപ്പുണ്ട്. മുട്ടയിട്ട് കിടക്കുന്നു. ഇവിടെ ഒരു ക്യാൻഡി ഡംബോ മുട്ടയിട്ട് കിടക്കുന്നു. ഇവിടെ ഒരു FCCP മുട്ടയിട്ട് കിടക്കുന്നു. ഇവിടെ ഒരു ബോട്ടിലിംഗ് ഏരിയ ആണ്. ബോട്ടിലിംഗ് ഏരിയയും കുറേ തന്നെ ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ ബോട്ടിൽ ചെയ്യും. ഫ്ലാഷ് ഇട്ട് യെല്ലോ കോപ്പർ ഗോൾഡിനെ കാടുക്കാണ് ഇവനെ. അപ്പോൾ ആ വൈറ്റ് കളർ എന്ന് പറയുന്നത് ശരിക്കും ഗോൾഡായിട്ട് തിളങ്ങും. അതുകൊണ്ടാണ് യെല്ലോ കോപ്പർ ഗോൾഡ് ഗാലക്സി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി. ഞാൻ വേണമെങ്കിൽ ഫ്ലെയർ ചെയ്യിക്കണോ? യെല്ലോ കോപ്പർ ഗോൾഡ് ഗാലക്സി. VIP ഗ്രേഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. റേറ്റൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും ഗൈസ്. നല്ല ഐറ്റംസ് നമുക്ക് വളരെ കുറച്ചായിരിക്കും ഒരു ബാച്ചിൽ നിന്ന് കിട്ടുന്നത്. അപ്പം എക്സോട്ടിക് ഐറ്റംസ് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സോട്ടിക് ഐറ്റംസ് എക്സോട്ടിക് ആയിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടിയിരുന്നല്ലേ പറ്റുള്ളൂ. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം ആയിരിക്കും എക്സോട്ടിക് ആയിട്ടിരിക്കുക, ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളത്. ഗൈസ്, എൻ്റെ മീനുകളെ ഫ്ലെയർ ചെയ്യിപ്പിച്ച് സ്വഭാവം മാറ്റാൻ നോക്കുന്നു ഈ കാബാലികൻ. ഇത് നമ്മുടെ റെഡ് സമുറായി ആണ്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്ക് ഉണ്ട്. ക്വാളിറ്റിയും ഗ്രേഡും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അത് കുത്തി പറിക്കാൻ സാധ്യതയുണ്ട്. വെറുതെ ഗാലക്സിനെ നമുക്ക് മാറ്റാം. റെഡ് സമുറായി നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഗാലക്സിനെ പിടിക്കാം. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് ഇട്ടോട്ടെ. ഇതൊന്ന് സൈഡിൽ കൊടുത്തു. ഇനി മാറ്റി ചേട്ടൻ ടോപ്പിൽ, ഞാൻ സൈഡിൽ. ലിമോ ഗാലക്സി മൾട്ടി കളറിൻ്റെ ചെറിയ ചെക്കന്മാരാണ്. ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ ബോട്ടിൽ ചെയ്തിട്ട്. വ്ളോഗർ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വ്ളോഗർ വ്ളോഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വ്ളോഗിലൂടെ കാണിച്ചു തരും. പക്ഷെ ഇത് റിട്ടയർഡ് വ്ളോഗറാണ്. അതെ, എൻ്റെ ഗുരു ആയെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ഗുരു എല്ലാം മറന്നുപോയി. ഗുരുവിനെ ശിഷ്യം പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകളുമാണ് ഈ പഴയ ഗുരുവിനുള്ള മോട്ടിവേഷൻ. ഇതിൻ്റെ മേളിൽ കുറച്ച് ഫൈബർ ടാങ്കുകളും ഇവിടെയും കുറച്ച് കൃഷിയുണ്ട്. അതും കൂടെ ഓടിച്ചിട്ട് കാണിക്കാം. ഇതിനകത്ത് കുറച്ച് വൈൽഡിൻ്റെ ബാച്ചുകൾ വളർത്തുന്നുണ്ട് ഈ ടാങ്കിൽ. ഇതിനകത്ത് ഹെൻഡ്ര എന്ന് പറഞ്ഞ വൈൽഡ് ബെറ്റ വളരുന്നത് ഇന്തോനേഷ്യൻ വൈൽഡാണ്. കോക്കിന കോംപ്ലക്സിൽ ഹെൻഡ്ര വളരുന്ന ഇതിനകത്താണ്. ഞാനിത് കോക്കിന കോംപ്ലക്സിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. ഉടനെ അല്ലെങ്കിലും പറ്റുന്ന സമയത്ത് ചെയ്യും. 3-4 വെറൈറ്റി നമ്മുടെ കയ്യിലായി. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ച് FRP ടാങ്കുകൾ വെച്ചിട്ട് ഇവിടെ അടുക്കി വളർത്തുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ നോർമൽ പെറ്റാസ് തന്നെ. ഇത് ബൾക്ക് ബ്രീഡിംഗ് അല്ല, ബൾക്കല്ല, നമ്മുടെ ഇതിനകത്തും ബ്രീഡിങ് ടാങ്ക് സെറ്റപ്പുകൾ വെച്ചിട്ടുണ്ട്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെൻ്റ് ആണ്. അതെല്ലാം സക്സസ് ആയ ശേഷം പറയാം. ഇതിനകത്തെല്ലാം ഗാലക്സി ഉണ്ട്. ഇത് നമ്മുടെ റെഡ് സമുറായിയുടെ ബാച്ചാണ്. അറിയാലോ, ഓർമ്മയുണ്ടല്ലോ. മൊയ്ന കൾച്ചറിങ് ഏരിയാസാണ് ഇതെല്ലാം. ഇതിനകത്തെല്ലാം മൂടി വെച്ചേക്കണമെന്ന് വെച്ചാൽ കൊതുക് കയറില്ല, അല്ലെങ്കിൽ തുമ്പി വന്ന് മുട്ടയിട്ട് തുമ്പിയുടെ ലാർവ നമ്മുടെ മൊയ്നേനൊക്കെ പെട്ടെന്ന് തീർത്തളയും. അപ്പോൾ അതും വരാണ്ടിരിക്കാനാണ്. ഇതൊന്നുമില്ല, ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കഴിഞ്ഞ ദിവസം പറിച്ചതാണ്. ഇത് നമ്മുടെ ഏവിയറി ഗൈസ്. ഏവിയറിക്കകത്തും നമ്മുടെ മീൻ കൃഷിയുണ്ട്. ഇവിടെ പുതിയ ബോട്ടിലിംഗ് ഏരിയ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓടിച്ചെന്ന് കാണാം.
ഇതിലൊരു ഭൂരിഭാഗം ഇവിടെ തന്നെ ഉണ്ടാകുക. സീബ്ര ഫിഞ്ചസ് ആണ് കൂടുതൽ. സ്റ്റാർ ഉണ്ട്, പക്ഷേ ഇവിടെ ബ്രീഡായിട്ടില്ല. ഫാൻസി കട അത് ഏവരിക്കകത്ത് നടത്തും. അവരുടെ മുട്ടയാണ് ഈ കാണുന്നത്. ഇത് സാധാ കാടമുട്ടയുടെ ഒരു പകുതി വലിപ്പം ഉണ്ടാവുള്ളൂ. ഈ മുട്ടകൾക്ക് ഒരു പ്രത്യേകത. ഇപ്പം മാത്യു ചേട്ടൻ കണ്ടു, കുറച്ച് കഴിഞ്ഞാൽ മുട്ട കാണാനില്ല. ഞാനടിക്കും. ഇവരൊക്കെ നല്ല ഇണക്കുള്ളതാണ്. ഇവർക്കൊക്കെ വിശപ്പുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ നിന്ന് ഫുഡ് കിടക്കും. ഞാൻ പണ്ട് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹലോ ഏബിൾ ബിസി സ്മൈൽ പ്ലീസ്. ഇവിടെ ഒരുത്തം ഫോണും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോ കവർ ചെയ്തത് മൊത്തം മൊയിന ടബിൾ തന്നെയാണ് കേട്ടോ. മൊയിന ഇല്ലാണ്ട് ഒരു കാര്യം പാടില്ല. മഴ പെയ്തുകൊണ്ട് നമുക്ക് കുറച്ചധികം മൊയിന ദിവസമായിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ ബോട്ടിലിംഗ് റാക്ക് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. VIP ബോട്ടിൽ ചെയ്യാൻ നല്ല ഹെൽപ്പ് ബോയ്സ് കിടപ്പുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡിയാണ്. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ നല്ല ഹെൽപ്പ് ബോയ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഇവിടെ നമുക്കൊരു 8-10 ടാങ്ക്സ് കൂടുതലുണ്ട്. 10-12 ഉണ്ട്. പെറ്റ ഈ ഇരിക്കുന്ന ഒരു 2-3 ടാങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യൻ വൈൽസിനെ ബ്രീഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ബെറ്റ ബർഡിഗാള ഉണ്ട്, അത് SP ജേഡുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഒരു പുതിയ കോക്കിന കോംപ്ലക്സ് നമ്മൾ ബ്രൗണോറും പെയർ എടുത്തിരുന്നു. അപ്പോൾ അതിനെ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ബബിൾ നെസ്റ്റ് ചെറുതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിയായ അത് ഞാൻ പറഞ്ഞില്ലേ, കോക്കിന കോംപ്ലക്സിനെ കുറിച്ച് ഒരു വേറെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നെ ഇങ്ങനെ കാണിച്ചു തരും ചേട്ടാ. അയ്യോ ചവിട്ടല്ലേ. ഋഷിയുടെ കയ്യിൽ ഇതാ ഒരു ബ്ലഡ് വേം. ഏത് മീനിനാണ് ആ ബ്ലഡ് വേം കൊടുക്കുന്നത്? ഈ ബോട്ടിലുള്ള ഏതെങ്കിലും കൊടുത്തിനോട് തരാം. ഇനി ഇതിൻ്റെ പുറകിൽ, ഏവിയരുടെ പുറകിൽ ഇവിടെ ഒരു ബോട്ടിലിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ബോട്ടിൽ ചെയ്ത് വെക്കണ്ടേ എവിടെയെങ്കിലൊക്കെ. അപ്പം അതിൻ്റെ പുറകിലുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഫാം ടൂർ ഏകദേശം ഡിവൈൻ പെറ്റാസിൻ്റെ ഫാം ടൂർ എല്ലാവരും മനസ്സിലാക്കി കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഒരു മീൻ പ്രേമി നമ്മുടെ ഋഷിമോൻ ഒക്കെ, ഋഷിയുടെ ചാനലിലും ഈ വീഡിയോ വരുന്നുണ്ടാവും, അവൻ്റെ ആംഗിളിൽ നിന്നുള്ളത്. നമ്മുടെ ആംഗിൾ നിങ്ങൾ കണ്ടു. ഓക്കെ, ഉടനെ തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എഴുതി കാണിക്കാം, വാട്സാപ്പ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. നമ്മുടെ മിസ് ആവാണ്ടിരിക്കാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ റെഗുലർ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല റേഞ്ചുള്ള അല്ലെങ്കിൽ റീച്ചുള്ള ചാനലാണ്, നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എല്ലാ അപ്ഡേറ്റ്സും അതിൽ വരുന്നുണ്ട്, വെറൈറ്റീസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മാത്യു ചേട്ടൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ മീനുകൾ ഉറപ്പായിട്ടും എടുക്കുക. പിന്നെ മറ്റേ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അതൊക്കെ കുത്തിപ്പൊട്ടിച്ചോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും സ്നേഹം. ബൈ.